പാലക്കാട് ഓണം അത് ഓണത്തല്ലിലെത്തിയിട്ടുണ്ട്. സീരിയസ് അല്ല, വിനോദത്തിന് ഓണത്തല്ലാണ്. പാലക്കാട് പല്ലശ്ശനയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണത്തല്ല് തുടങ്ങിയിട്ടുണ്ട്. ദേശത്തെ പ്രമാണിമാരാണ് ഓണത്തല്ലിൽ പങ്കാളികളാവുന്നത്. ശ്രീകുമാരൻ പാലക്കാടൻ ചെയ്യുന്നു. ശ്രീജിത്ത്, വർഷങ്ങളേറെ പഴക്കമുള്ള ഒരു വിനോദമാണ്. ഓണക്കാലത്ത് വൈകിട്ട് എത്തുമ്പോഴേക്കും ഓണത്തല്ലിലേക്ക് കാര്യങ്ങളെത്തും. എന്നാൽ അത് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു ഭാഗമായ ഓണത്തല്ല്. എവിടെ എത്തി ഓണത്തല്ല് തുടങ്ങിയോ? എന്താണ് വിശേഷം? അവിടെ സെറ്റല്ലെല്ലാം? അങ്ങനെ ഓണം അതിന്റെ വൈകിട്ടെത്തിയതോടെ പാലക്കാട് സ്ഥിരം പരിപാടി ഓണത്തല്ലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വർഷങ്ങളേറെ പഴക്കമുള്ള ഒരു വിനോദമാണ്, ഒരു നാടിന്റെ ഒരുമയുടെ ഭാഗമാണ്, സ്നേഹത്തിന്റെ ഭാഗമാണ്. എവിടെയെങ്കിലും ഓണത്തല്ല് അതൊരു സ്നേഹത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിന്റെയും ഒക്കെ കാഴ്ചകളാകുന്നുണ്ടെങ്കിൽ അതിതാ ഈ പാലക്കാട് നടക്കുന്ന ഓണത്തല്ലാണ്. അങ്ങനെ അവിടുത്തെ ദേശത്തെ പ്രമാണിമാരെല്ലാം ഈ വിനോദത്തിന്റെ ഈ ഒരു ഓണത്തല്ലിന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീത്ത്, എല്ലാം സെറ്റല്ലേ? ഓണത്തല്ല് തുടങ്ങിയോ? സുഹൈലെ, ഓണത്തല്ല് തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. പല്ലശ്ശനയുടെ പ്രസിദ്ധമായ ഒരു ആചാര പെരുമയുടെ കൂടി ഭാഗമാണ് ഈ ഓണത്തല്ല്. അത് നാട്ടുരാജാക്കന്മാരുടെ ഒരു ഐതിഹ്യ പെരുമ കൂടിയുണ്ട്. ഇപ്പോൾ എന്തായാലും വിവിധ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആ ഓണത്തല്ലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഊഴം കാത്തു നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേക വ്രതമൊക്കെ എടുത്താണ് ഈ ഓണത്തല്ല് അവർ നടത്തുന്നത്. അതിനുവേണ്ടി പ്രത്യേകം തല്ലുമന്തം എന്ന ഒരു പ്രത്യേക പോഡിയം അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ മേഖല അറിയപ്പെടുന്നത് തന്നെ തല്ലുമന്തം എന്ന പേരിലാണ്. ദാ നോക്കൂ, ആ അടിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ചെറുപ്പക്കാരൻ തൊട്ടു വണങ്ങിയൊക്കെയാണ് അടിക്കുന്നത്. ചില ആളുകൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ കാര്യമായ രീതിയിലുള്ള തല്ല്, അതാ കണ്ടില്ലേ, നല്ല തല്ലാണ് തല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു ആചാര പെരുമ എന്നത് വേണമെങ്കിൽ നമുക്ക് ഈ നാട്ടുകാരോട് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ ആചാര പെരുമ എന്താണ് ചേട്ടാ, അറിയില്ലേ? എനിക്കിതിനെ കുറിച്ച് ഇതിന്റെ ആചാര പെരുമ എന്താ അറിയില്ല? ആചാര പെരുമ അറിയില്ല. ഈ പല്ലശ്ശനക്കാരായിട്ട് ഈ ആചാര പെരുമ അറിയില്ല, ഭയങ്കര മോശം. എന്താണ് ആചാര പെരുമ? ഈ നാട്ടുകാരായിട്ട് പോലും ഇവിടുത്തെ ചെറുപ്പക്കാരും അറിയില്ലെങ്കിലും ആ ഓണത്തല്ല് ആസ്വദിക്കാനുള്ള വലിയ ഹൃദയവിശാലത അവർക്കുണ്ട്. അതിന്റെ ഒരു ത്രില്ലിലാണ് അവരുള്ളത്. ആചാരപ്പെരുമ ഒരുപാട് പഴക്കമുള്ള, ഒരുപാട് കാലത്തോളം പാരമ്പര്യമുള്ള ഒരു ആചാരമായി തുടരുന്നതാണ്. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, തല്ല് തുടങ്ങിയിട്ടുണ്ട്. തല്ല് കിട്ടിയിട്ട് ഇത്രയും സന്തോഷിക്കുന്ന ഒരു തല്ല് നമ്മൾ ഈ അടുത്തൊന്നും കണ്ടിട്ടും ഉണ്ടാവില്ല. സീത്ത്, തുടരാം. തീർച്ചയായും തല്ല് തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നാട്ടുരാജാക്കന്മാരുടെ ആചാരപ്പെരുമ നമുക്ക് വേണമെങ്കിൽ നിസ്സംശയം പറയാം. രാജാക്കന്മാരുടെ പടയാളികളാണ്. ആ പടയാളികളുടെ പെരുമയിൽ തിരുവോണ ദിവസം ഒരു ഓണത്തല്ല് എന്ന തരത്തിലേക്ക് ആണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് നമുക്കത് ചോദിക്കണം. ഇവിടുത്തെ പ്രായമുള്ള ചേട്ടന്മാരാണ്. അവരുടെ ആചാരപ്പെരുമ എന്താണ്? ഓണത്തിന് കുമ്പഴി രാജാവ് ചതിച്ചു വന്നതാണ്. അതിന് തല്ല് ഉണ്ടാക്കുകയാണ്. ആ തല്ലോട് കൂടി കഴിഞ്ഞു. പ്രശ്നമാണ്. അതേ ഉള്ളൂ. തല്ലി തീർക്കാം. രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം തല്ലി തീർക്കണം. പ്രശ്നം തീർന്നു അല്ലേ? നമ്മളുടെ പല്ലശ്ശനിയിലെ നമ്പിടിയുടെ ഭാര്യയെ കൊടുവായൂർ നമ്പിടി ചതിച്ചു ഛേദം എന്നോണം നമ്മൾ പല്ലശ്ശനിയിലെ പൊതുജനങ്ങൾ എല്ലാവരും കോഴിക്കോട് സാമൂതിരിയെ സമീപിക്കുകയും കോഴിക്കോട് സാമൂതിരി അതിന് പ്രത്യുപകാരമായി ഒരു മധ്യസ്ഥം എന്ന നിലയിൽ വേട്ടക്കരമൻ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി അത് പരിഹാരം കാണുകയും അതിൻ്റെ ഈ ആചാരം അതിനുള്ള പ്രതിഷേധം ഈ രാജാവിന്റെ ഭാര്യയെ പ്രതിഷേധം അതിന് അങ്ങനെ ഈ പല്ലശ്ശനിയിലെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൊണ്ട് കൊടുവായൂർ പോയപ്പോൾ കോഴിക്കോട് സാമൂതിരിയുടെ മധ്യസ്ഥത്തിൽ ഇവിടെ വേട്ടക്കൽമൻ ക്ഷേത്രം വെച്ചുകൊണ്ട് വേട്ടക്കൽമൻ ക്ഷേത്രത്തിൽ പോയി എല്ലാ ജനങ്ങളും ഓണത്തിന് പ്രതിഷേധം എന്ന നിലയ്ക്കാണ് പല്ലശ്ശനിയിലെ ഇത് 100 ചില്ലറ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. 100 ചില്ലറ വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ചതിച്ചു കൊന്നതിന്റെ ഒരു പ്രതിഷേധം, രാജാവിനെ പല്ലശ്ശനിക്കാർക്ക് അവരുടെ ഒരു ഐതിഹ്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അവിടെ തകൃതിയ ഓണത്തല്ല് തുടങ്ങിയിട്ടുണ്ട്. തല്ല് കിട്ടുന്നിടത്തോളം സന്തോഷിക്കുന്ന വേറെ ഓണത്തല്ല് അല്ലെങ്കിൽ വേറെ തല്ലൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടു കാണാൻ സാധ്യതയില്ല. എന്തായാലും ഓണത്തല്ല് അവരുടെ ആചാരമാണ്, ഒരു വിനോദമാണ്. അതവിടെ പാലക്കാട് തുടങ്ങിയിട്ടുണ്ട്. ശ്രീത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകി. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.